ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. 8 മാസത്തെ മരവിപ്പിന് ശേഷം റബ്ബർ വില വീണ്ടും 190 രൂപ കടന്നു. വേനൽ കനത്ത ഉൽപ്പാദനം കുറഞ്ഞ സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഷീറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ റബ്ബർ ആഭ്യന്തര വില 200 രൂപ കടന്നേക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇന്നലെ കോട്ടയം മാർക്കറ്റിൽ 191 രൂപയ്ക്ക് വരെ റബ്ബർ വ്യാപാരം നടന്നു. ബാങ്കോക്ക് വില 198 രൂപയാണ്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ആഭ്യന്തര വില 200 രൂപ കടന്നേക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ചെറുകിട കർഷകരിൽ ഏറെ പേരും ഈ മാസത്തോടെ ടാപ്പിംഗ് അവസാനിപ്പിക്കും. വൻകിട എസ്റ്റേറ്റുകൾ അടുത്ത മാസം ടാപ്പിംഗ് നിർത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 213 രൂപ ഉയർന്ന ശേഷം വില പിന്നോട്ടടിച്ചു. കിലോയ്ക്ക് 181 രൂപ വരെ താഴ്ന്ന ശേഷമാണ് ഒരാഴ്ചയായി വിലയിൽ നേരിയ ഉയർച്ചയുണ്ടായത്. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനത്തിൽ 2024 10,000 ടണ്ണിന്റെ കുറവുണ്ടായി. ഇക്കൊല്ലം കൂടുതൽ ടാപ്പിംഗ് ദിവസങ്ങൾ ലഭിച്ചിട്ടും ഉൽപ്പാദനം കുറഞ്ഞത് റബ്ബർ കൃഷിയിൽ നിന്നുള്ള കർഷകരുടെ പിൻവാങ്ങലിന്റെ ഭാഗമാണ്. 40% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നാമമാത്രമാണ്. എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ 20% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല. ഇത് വിലവർധനയ്ക്കിടയാക്കി. അതേസമയം പോയ വർഷം ത്രിപുര ഉൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനത്തിൽ 8% മുതൽ 12% വരെയാണ് വർധനവ്. കേരളത്തിലെ ആകെ ഉൽപ്പാദനം 5 ലക്ഷം ടണ്ണിലേക്ക് ചുരുങ്ങിയതായാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ ചൂട് വർദ്ധിക്കുകയും ജലലഭ്യത കുറയുകയും ചെയ്തതോടെ പൈനാപ്പിളിന് തൂക്കവും വിലയും കുറയുന്നു. വരും മാസങ്ങളിലെ ചൂടിൽ നിന്നും കൃഷിയെ രക്ഷിക്കാൻ തണലൊരുക്കൽ ശ്രമത്തിലാണ് കർഷകർ. പൈനാപ്പിളിന്റെ വരവ് വാഴക്കുളം മാർക്കറ്റിൽ വർദ്ധിച്ചെങ്കിലും തൂക്കക്കുറവ് കർഷകർക്ക് ദോഷമായി മാറി. വേനൽ ചൂടിൽ പൈനാപ്പിളിന്റെ തൂക്കത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ചൂടിൽ ജലാംശം കുറയുന്നതാണ് ഭാരം കുറയാൻ കാരണമായത്. തൂക്കക്കുറവ് കർഷകരുടെ വരുമാനത്തിലെയും ബാധിച്ചിട്ടുണ്ട്. വിളവിനെ വേനൽ സാരമായി ബാധിച്ചിട്ടില്ല. വലുപ്പമുള്ള പഴം ലഭിക്കുന്നെങ്കിലും തൂക്കക്കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴക്കുളം മാർക്കറ്റിൽ പതുപോലെ പഴുത്ത പൈനാപ്പിൾ ധാരാളമായി എത്തുന്നുണ്ട്. കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ പുതിയ രീതികൾ തേടുകയാണ് കർഷകർ. ഓലമടൽ കൊണ്ട് പന്തൽ പോലെ മറച്ചാണ് മുൻപ് തണലൊരുക്കിയിരുന്നത്. ഓലമടലിലെ ഫംഗസ് ചെടിയെ ബാധിക്കുന്നതായി കണ്ടെത്തിയതോടെ ഉപയോഗം കുറഞ്ഞു. ചെടികൾക്ക് മുകളിൽ വല വിരിക്കുന്നതാണ് ഏതാനും വർഷമായി തുടരുന്ന രീതി. പച്ച നിറമുള്ള പ്ലാസ്റ്റിക് വലകളാണ് ഉപയോഗിക്കുക. വില കൂടുതലാണെങ്കിലും വേനൽ തീരുമ്പോൾ മടക്കി സൂക്ഷിച്ച് അടുത്ത സീസണിൽ ഉപയോഗിക്കാമെന്നാണ് ആകർഷണം. പച്ച നിറമുള്ള വലയാണ് സാധാരണയായി ഉപയോഗിക്കുന്നതെങ്കിലും ഇക്കുറി വെള്ളവലയും പരീക്ഷിക്കുന്നുണ്ട്. പച്ചവലകളെപ്പോലെ ചൂട് തടയാൻ വെള്ളവലയ്ക്ക് കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ് കർഷകർ. ഇന്നലെ വാഴക്കുളം മാർക്കറ്റിൽ 35 രൂപയായിരുന്നു 1 കിലോ പഴുത്ത പൈനാപ്പിളിന്റെ വില. പച്ചയ്ക്ക് 32 രൂപയും സ്പെഷ്യൽ പച്ചയ്ക്ക് 34 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലം കർഷകർക്ക് ആശ്വാസമാകുന്ന പുതിയ പദ്ധതിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഏലം പുനർനടീലിനായി ഹെക്ടറിന് 1 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതി പ്രകാരമാണ് ധനസഹായം നൽകുന്നത്. ഉൽപാദനക്ഷമത കുറഞ്ഞ ഏലച്ചെടികൾ മുറിച്ചുമാറ്റി ഉയർന്ന വിളവ് തരുന്ന ഇനങ്ങൾ ഉപയോഗിച്ച് പുനർനടീൽ നടത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 3500 ഹെക്ടറിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിലൂടെ 7000-ഓളം ഏലം കർഷകർക്ക് നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കും. 25 സെന്റ് മുതൽ 8 ഹെക്ടർ വരെ കൃഷിയുള്ള കർഷകർക്ക് 2 ഹെക്ടർ വരെ ഏലം പുനർനടീലിനാണ് ധനസഹായം അനുവദിക്കുക. ആദ്യ 2 വർഷങ്ങളിൽ 50,000 രൂപ വീതമാണ് സഹായം നൽകുക. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള ശാസ്ത്രീയ കൃഷിമുറകളിൽ സാങ്കേതിക പരിശീലനവും പദ്ധതിയുടെ ഭാഗമായിരിക്കും. ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിലവാരമുള്ള ഏലം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ജില്ലയിലെ നഴ്സറികൾക്കും സബ്സിഡി അനുവദിക്കും. ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മറ്റ് ഏജൻസികളിൽ നിന്ന് സമാന ധനസഹായം ലഭിക്കാത്ത കർഷകരും നഴ്സറികളും kerala.plantation.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. അപേക്ഷയ്ക്കൊപ്പം തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കാർഡമം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കൃഷിഭൂമിയുടെ സ്കെച്ച്, നികുതി രസീത് എന്നിവ ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, everlasting comfort and durability.